മനുഷ്യൻ്റെ വൻകുടലിൽ നോർമലായി തന്നെ കാണപ്പെടുന്ന സൂക്ഷ്മജീവികളുടെ ഒരു സമൂഹമുണ്ട്. അതിനെയാണ് ഗട്ട് മൈക്രോബയോം എന്ന് വിളിക്കുന്നത്. നമ്മുടെ ഡൈജഷനെയും ഇമ്മ്യൂണിറ്റിയെയും ഇത് വളരെയധികം സ്വാധീനിക്കുന്നു. സ്ട്രെസ്സ് നേരിടാനുള്ള നമ്മുടെ കഴിവിനെയും ഇവ സ്വാധീനിക്കുന്നു എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അതെങ്ങനെയെന്ന് നോക്കാം. ഗട്ട് ബ്രെയിൻ ആക്സസ് എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ ബ്രെയിനിൽ നിന്നും കുടലിലേക്ക് നിരന്തരമായി ബൈഡയറക്ഷണലായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു പാതയാണ് ഗട്ട് ബ്രെയിൻ ആക്സസ്. ഇത് പ്രധാനമായും വാഗസ് നെർവ് വഴിയാണ് സംഭവിക്കുന്നത്. ഗട്ട് ബ്രെയിൻ ആക്സസിൽ സിഗ്നലുകൾ രണ്ട് ദിശയിലേക്കും പ്രവഹിക്കുന്നു. അതായത് ബ്രെയിനിൽ നിന്ന് കുടലിലേക്കും തിരിച്ച് കുടലിൽ നിന്ന് ബ്രെയിനിലേക്കും. ഈ കമ്മ്യൂണിക്കേഷൻ പാത്ത് ഉള്ളതുകൊണ്ട് നമ്മളുടെ ചിന്തകൾ, വികാരങ്ങൾ, ഇമോഷൻസ് എന്നിവയൊക്കെ കുടലിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. നമുക്ക് സന്തോഷം തരുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററായ സിറോട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത് കുടലിലെ കോശങ്ങളും കുടലിൽ ജീവിക്കുന്ന കോടിക്കണക്കിന് സൂക്ഷ്മജീവികളും ചേർന്നാണ്. ഈ സിറോട്ടോണിനാണ് നമ്മുടെ മാനസികാവസ്ഥയെയും ഉറക്കത്തെയും ഒക്കെ ഒരു പരിധിവരെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഇൻറ്റസ്റ്റൈൻ്റെ ആരോഗ്യം ശരിയല്ലാത്തവർക്ക് അകാരണമായി ഉറക്കക്കുറവും സ്ട്രെസ്സും ഒക്കെ അനുഭവപ്പെടുന്നത്. ഇത് നേരെ തിരിച്ചും സംഭവിക്കാം. അമിതമായ ടെൻഷനും മാനസിക സമ്മർദ്ദവും അനുഭവിക്കുന്നവർക്ക് ദഹനക്കുറവ്, വയറുവേദന, അൾസർ മുതലായവ അകാരണമായി കാണപ്പെടുന്നു. അതുകൊണ്ട് നല്ല മാനസികാരോഗ്യത്തിനായി നമ്മുടെ ഇൻറ്റസ്റ്റൈൻ്റെ ആരോഗ്യം സംരക്ഷിക്കേണ്ടതുണ്ട്. അതിനായി ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക, പ്രോസസ്ഡ് ആൻഡ് ഷുഗറി ഫുഡ്സ് കഴിവതും ലിമിറ്റ് ചെയ്യുക, നല്ല ഉറക്കം ശീലിക്കുക. ടേക്ക് കെയർ. താങ്ക് യു.